ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ളത് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറാണ്. ഇക്കാര്യത്തിൽ സച്ചിനെ തോൽപ്പിക്കാൻ ഒരുങ്ങുന്നു ഡൽഹിക്കാരൻ വിനോദ് കുമാർ ചൗധരി. കമ്പ്യൂട്ടർ ടൈപ്പിങ്ങിലാണ് വിനോദ് ചൗധരിയുടെ മികവ്. ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ടൈപ്പല്ല, അത് ഒന്നൊന്നര കളിയാണ് മോനെ. എ മുതൽ സെഡ് വരെ ടൈപ്പ് ചെയ്യാൻ എത്ര സമയമെടുക്കും? ഓരോരുത്തർക്കും ഓരോ ഉത്തരമായിരിക്കും പറയാനുണ്ടാവുക. എൻ്റെ കൂടെയുള്ള विनोद कुमार चौधरी ചോദിച്ചാൽ आपको A to Z टाइप करने में कितना टाइम लगेगा? 27 सेकंड्स में मैं A to Z टाइप कर दूंगा. 27 സെക്കൻഡ് എന്നാണ് വിനോദ് കുമാർ ചൗധരിയുടെ ഉത്തരം. ഇത് കൈകൊണ്ട് ടൈപ്പ് ചെയ്യാനുള്ള സമയമാണ് എന്ന് കരുതിയെങ്കിൽ തെറ്റി. ഒറ്റ കൈകൊണ്ട് 26 അക്ഷരങ്ങൾ തിരിച്ചും മറിച്ചും ടൈപ്പ് ചെയ്യാൻ 10 സെക്കൻഡുകൾ പോലും വേണ്ട ഇദ്ദേഹത്തിന്. മൂക്കുകൊണ്ടും പെന്ന് കടിച്ചുപിടിച്ചും കണ്ണുകെട്ടിയും ടൈപ്പ് ചെയ്ത് ഇതുവരെ 17 ഗിന്നസ് റെക്കോർഡുകൾ ചൗധരി സ്വന്തമാക്കി. 19 റെക്കോർഡുകൾ സ്വന്തമായുള്ള സച്ചിൻ ടെണ്ടുൽക്കറിനെ മറികടക്കുകയാണ് ജീവിത ലക്ഷ്യം. मैंने सोचा कि क्यों ना सचिन तेंदुलकर जी का एक दिन जो है रिकॉर्ड ब्रेक किया जाए मेहनत से. तो मैंने सपना है, मेरा ड्रीम है कि मैं अपने जीवन में सचिन तेंदुलकर के रिकॉर्ड के जितना या तो पहुंच सकूं या उनके रिकॉर्ड को ब्रेक कर सकूं. ऐसी जो है मैं ड्रीम रखता हूं और उनसे रिकॉर्ड जिस दिन मैं ब्रेक करूं, मैं उनसे मिलूं और उनकी शाबाशी लूं तो समझूंगा कि मैंने इंडिया के लिए कुछ किया है. സ്കൂൾ കാലത്ത് കായിക താരമായിരുന്ന വിനോദിന് ജീവിത സാഹചര്യങ്ങളെ തുടർന്ന് കായിക മേഖലയിൽ റെക്കോർഡുകൾ തീർക്കുക എന്ന തന്റെ ലക്ഷ്യം നിറവേറ്റാനായില്ല. തുടർന്ന് തന്റെ ഉപജീവന മാർഗം തന്നെ സ്വപ്നം സ്വന്തമാക്കാനുള്ള മാർഗമാക്കിയിരിക്കുകയാണ് ഈ മനുഷ്യൻ. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററുടെ കരാർ ജോലി ഉപേക്ഷിച്ച് ഡൽഹി നാംഗ്ലോയിൽ സ്വന്തമായി കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സെന്റർ നടത്തുകയാണ് ഇന്ന് വിനോദ്. ചുവരി നിറയെ ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ. ഇന്ത്യയിൽ ഗിന്നസ് റെക്കോർഡുകളിൽ തന്നെ ഗിന്നസ് റെക്കോർഡ് ഇടുക എന്നുള്ളതാണ് വിനോദ് കുമാർ ചൗധരിയുടെ അടുത്ത ലക്ഷ്യം. ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. അത് നല്ല ഐഡിയ. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ തന്നെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കുക. അതായത് ആ വേൾഡ് റെക്കോർഡ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമായിട്ടുള്ള ആളുകൾ, അതൊരു വേൾഡ് റെക്കോർഡാക്കുക. കൊള്ളാം, ഐഡിയ സൂപ്പറായിട്ടുണ്ട്. ബൂൺഹായ് പറയുന്നു, ലഹരി മാഫിയയുടെയൊക്കെ ഹോൾസെയിൽ എടുത്തിരിക്കുന്ന രാഷ്ട്രീയക്കാരാകുമ്പം എങ്ങനെയാണ് ഈ ലഹരി മാഫിയക്കെതിരെ അവർ സമരം അല്ലെങ്കിൽ പ്രതിഷേധിക്കുക എന്ന് ചോദിക്കുകയാണ് ഒരു സുഹൃത്ത്. എൻ്റെ ബൂൺഹായ്, അങ്ങനെ പറയാൻ പാടില്ല. കാര്യം ജനാധിപത്യ സംവിധാനത്ത് ചില രാഷ്ട്രീയ കക്ഷികളൊക്കെ അഴിമതിയിൽ മൂക്കുകുത്തി വീഴാറുണ്ട്. പക്ഷേ എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണ് എന്നൊരു ഇക്വേഷൻ നമുക്ക് സഞ്ചരിക്കാൻ പാടില്ല. അങ്ങനെ അത് ശരിയല്ല. എത്രയോ സത്യസന്ധരായ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ കക്ഷികൾ അതിൻ്റെ ചോരയാണ്. ആ ചോരയുടെ ജീവാത്മാവാണ് ശരിക്കും ഈ രാഷ്ട്രീയ നേതാക്കന്മാർ. അപ്പോൾ നേതാക്കന്മാർ വേണം, എന്നാലേ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഈ നേതാക്കന്മാർ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നേതാക്കന്മാരെയും നമ്മളിങ്ങനെ കാടടച്ച് വെടിവെക്കുന്ന പോലെ പഴി പറയുന്നതും ശരിയല്ല. ഒരുപാട് നേതാക്കന്മാർ സത്യസന്ധരാണ്. എന്നാൽ ചില നേതാക്കന്മാർ ഈ മാഫിയ സംഘത്തിന് സഹായം നൽകുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരെ ഒന്ന് തിരിച്ചറിയുക, ഈ ഡിജിറ്റൽ ലോകത്ത് ഒരു തെളിവും ചാരമൂടി കിടക്കില്ല, അത് പൊങ്ങി വരും. ഇന്നല്ലെങ്കിൽ നാളെ പുട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിലാകും. അന്ന് പിന്നെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല.